നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭ കൗൺസിൽ അംഗീകാരം നൽകിയ വഴിയോര കച്ചവടക്കാർക്ക് തിരിച്ചറിയൽ കാർഡും വെൻഡിംഗ് സർട്ടിഫിക്കറ്റും നൽകി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. BJP വണ്ണപ്പുറം മുള്ളരിങ്ങാട് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 14-ന് പ്രതിഷേധ പ്രകടനവും സഹകാരി കൂട്ടായ്മയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹിന്ദുത്വ ഫാസിസ്റ്റ് BJP ഭരണത്തെ തൂത്തെറിയാൻ ഇടതുപക്ഷ മതേതര ജനാധിപത്യ ശക്തികൾ ഒരുമിക്കണമെന്ന് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ലാഗ് സംസ്ഥാന സെക്രട്ടറി PC ഉണ്ണിച്ചക്കൻ. ശബരി റെയിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് LDF ഇടുക്കി ലോക്സഭാ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിലെ വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനിതാ ദിനത്തോട് അനുബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തൊടുപുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നാരീശക്തി വനിതാ ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭ കൗൺസിൽ അംഗീകാരം നൽകിയ വഴിയോര കച്ചവടക്കാർക്ക് തിരിച്ചറിയൽ കാർഡും വെൻഡിംഗ് സർട്ടിഫിക്കറ്റും നൽകി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇനി മുതൽ ഈ തിരിച്ചറിയൽ കാർഡും വെൻഡിംഗ് സർട്ടിഫിക്കറ്റും ഇല്ലാത്ത വഴിയോര കച്ചവടം നടത്തുന്നവർക്ക് എതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. തൊടുപുഴ നഗരസഭാ കൗൺസിൽ അംഗീകാരം നൽകിയ 77 വഴിയോര കച്ചവടക്കാർക്ക് തിരിച്ചറിയൽ കാർഡും വെൻഡിംഗ് സർട്ടിഫിക്കറ്റും നൽകി. ഇതോടൊപ്പം ആദ്യഘട്ടത്തിൽ തിരിച്ചറിയൽ കാർഡ് ലഭിച്ച 132 പേർക്കുള്ള വെൻഡിംഗ് സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, പാതയോരങ്ങളിൽ കച്ചവടം നടത്തി ഉപജീവനമാർഗം നടത്തുകയും ലോട്ടറി കച്ചവടം നടത്തുകയൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കൊരു ഐഡന്റിറ്റി ഇല്ല എന്നുള്ളതും കച്ചവടം നഗരത്തിൽ വർദ്ധിച്ചു വരുന്നതനുസരിച്ച് നിയമങ്ങൾ ശക്തമാക്കുമ്പോൾ ഒട്ടനവധി ആളുകളുടെ ഉപജീവനമാർഗം ഇല്ലാതാകുന്നതും വലിയൊരു പ്രശ്നമായി. ഈ കൗൺസിൽ തുടങ്ങിയ ഒരു 3.5 വർഷക്കാലമായി ഇതിൻ്റെ പിന്നിൽ നടന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും കച്ചവടം ചെയ്യുന്ന ആളുകളെ നേരിട്ട് പോയി കാണുകയും ഇത് സത്യസന്ധമാണ്, അവരുടെ ഉപജീവന മാർഗമാണെന്ന് കണ്ടെത്തി അതിൽ 100 കണക്കിന് 150-150ഓളം 200ഓളം വരുന്ന അപേക്ഷകളിൽ വിശദമായ ഒരു പരിശോധന നടത്തി ബോധ്യപ്പെടുത്തി 77 പേർക്കാണ് നമ്മളിന്ന് കാർഡ് വിതരണം ചെയ്യുന്നത്. അതുപോലെ നമുക്കറിയാം 285ഓളം വരുന്ന ആളുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. അവർ കച്ചവടം ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അവർ പരിശോധന നടത്തുകയും അവർ കച്ചവടം ചെയ്യുന്ന മേഖലയെ അവർക്ക് വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അവർക്ക് ആധികാരികമായ ലൈസൻസ് അനുവദിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 135 ആളുകളെയാണ് നമ്മൾ പഴയകാല കച്ചവടക്കാരെ കണ്ടെത്തി. ആ 135 ആളുകൾക്ക് വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും പുതിയതായിട്ട് വന്ന 77 പേർക്ക് നമ്മൾ കാർഡ് അനുവദിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. ഇനി മുതൽ ഈ തിരിച്ചറിയൽ കാർഡും വെൻഡിംഗ് സർട്ടിഫിക്കറ്റും ഇല്ലാതെ വഴിയോര കച്ചവടം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ഷാഹുൽ ഹമീദ്, CDS ചെയർപേഴ്സൺ, നഗരസഭാ സെക്രട്ടറി എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും ജനവാസ മേഖലയെ രക്ഷിക്കാൻ ശാശ്വതമായ നടപടികൾ ഉണ്ടാവണമെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഫലപ്രദമായ ഫെൻസിംഗ് സൗകര്യം ഉണ്ടാകുന്നതോടൊപ്പം സ്ഥിരം RRT ടീമിനെ നിയമിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ നിർദ്ദേശാനുസരണം ഇടുക്കി കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MP. നമ്മുടെ ജില്ലയിൽ മാങ്കുളത്ത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ക്രാഷ് ഗാർഡ് ഫെൻസിംഗ് യാഥാർത്ഥ്യമായി. അതിനുശേഷം അവിടെ കാട്ടാന ആക്രമണം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു മാതൃകയായി നമുക്ക് എടുക്കാവുന്നതാണ്. പണം മുടക്കി ഗവൺമെന്റ് ബഡ്ജറ്റ് അലോക്കേഷനിൽ കൂടുതൽ തുക അനുവദിച്ചുകൊണ്ട് മാത്രമേ പ്രതിരോധ പ്രവർത്തനങ്ങൾ നമുക്ക് ഏർപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അല്ലാതെ തൊലിപ്പുറത്ത് ചികിത്സ നടത്തിയതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം. അപ്പോൾ ക്രാഷ് ഗാർഡ് ഫെൻസിങ്, റെയിൽ ഫെൻസിങ് ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ
നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും. മറ്റ് സംസ്ഥാനങ്ങളിൽ ശാസ്ത്രീയമായ തലത്തിൽ തന്നെ ഈ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നിരവധി നടപടിക്രമങ്ങൾ, ഇപ്പോൾ കർണാടക സർക്കാർ വലിയ മതിൽക്കെട്ടുകൾ സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ തമിഴ്നാട് ഗവൺമെന്റ് കാടിനുള്ളിൽ ഈ മൃഗങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മുൻപിലുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അതെല്ലാം കണ്ടു പഠിച്ച് കേരളത്തിന് ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഒരു പരിഹാര മാർഗമാണ് ആവശ്യമായിട്ടുള്ളത്. അതിനെല്ലാം ഗവൺമെന്റിന്റെ നയം മാറ്റണം എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായി നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത് അവസാനത്തെ 7-ാം മാസം വരെയുള്ള കുടിശ്ശിക കുറിച്ച് തീർത്തു എന്നുള്ളതാണ്. അത് അവാസ്തവമാണ്. ഇപ്പോൾ ഫോറസ്റ്റ് വാച്ചർ ശക്തിവേൽ മരണപ്പെട്ടത് 2023 ഫെബ്രുവരി മാസത്തിലാണ്. അദ്ദേഹത്തിന് പോലും 5 ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത്. മുഴുവൻ തുകയും ഇതുവരെയും കൊടുത്തു തീർത്തിട്ടില്ല എന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ഒടുവിലായി പരിമളം എന്ന് പറയുന്ന ഒരു സാധു സ്ത്രീ കൊല്ലപ്പെട്ടിട്ട് അവർക്ക് കേവലം 50,000 രൂപ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഗവൺമെന്റ് കാണിക്കുന്നതായിട്ടുള്ള ആ ഒരു നിസ്സംഗത, അക്കാര്യത്തിൽ കാണിക്കുന്നതായിട്ടുള്ള ആ ഒരു എന്താ പറയുക വ്യത്യസ്തമായ സമീപനം, അതൊരു കാരണം ഏറ്റവും താഴെ സാമ്പത്തികമായി ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ, തൊഴിലാളികളാണ് ഈ മരണപ്പെടുന്ന ആളുകളിൽ കൂടുതലും. അപ്പോൾ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള നഷ്ടപരിഹാരം വിതരണം ചെയ്യാത്തത് അങ്ങേയറ്റം നീതിരഹിതമായ ഒരു നടപടിയാണ്. വളർച്ചയുമായി ഈ നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കൂടി കാണണം. സർവത്ര ജാഗ്രതയോടുകൂടി ഈ കാര്യത്തിൽ ഇടപെടുവാനും ഓരോ കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ നയപരമായ കാര്യങ്ങൾക്കാണ് തിരുത്തൽ ഉണ്ടാവേണ്ടത് എന്നുള്ള ഒരാവശ്യമാണ് മീറ്റിംഗിൽ ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മാങ്കുളത്ത് ക്രാഷ് കാരിയർ ഫെൻസിംഗ് നടത്തിയ ശേഷം ആ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടില്ലെന്നും അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും MP ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. BJP വണ്ണപ്പുറം മുള്ളരിങ്ങാട് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 14-ന് പ്രതിഷേധ പ്രകടനവും സഹകാരി കൂട്ടായ്മയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KS അജി ഉദ്ഘാടനം നിർവഹിക്കും. ദേശീയ സമിതി അംഗം ശ്രീനഗിരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് C സന്തോഷ് കുമാർ പ്രകടനം ഫ്ലാഗ് ഓഫ് ചെയ്യും. അഴിമതിയും വായ്പാ തട്ടിപ്പ് നടത്തിയ CPIM നേതൃത്വം കൊടുക്കുന്ന വണ്ണപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BJP വണ്ണപ്പുറം മുള്ളരിങ്ങാട് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 14-ന് വൈകിട്ട് 5-ന് പ്രതിഷേധ പ്രകടനവും സഹകാരി കൂട്ടായ്മയും സംഘടിപ്പിക്കുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് KS അജി ഉദ്ഘാടനം നിർവഹിക്കും. ദേശീയ സമിതി അംഗം ശ്രീനഗിരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് D സന്തോഷ് കുമാർ പ്രകടനം ഫ്ലാഗ് ഓഫ് ചെയ്യും. സഹകരണ ബാങ്കിലെ വണ്ണപ്പുറം സഹകരണ ബാങ്കിലെ അഴിമതികൾ അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ അഴിമതി നടത്താൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം. സഹകരണ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ 3 മാസ കാലയളവിനുള്ളിൽ 2 പ്രാവശ്യം സഹകരണ ബാങ്കിൽ ഞങ്ങളുടെ ധർണാ പരിപാടികൾ, അത്തരത്തിലുള്ള സമര പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നാൽ സഹകാരികളുടെ ആയി ബന്ധപ്പെട്ടപ്പോൾ സഹകാരികളുടെ നിർബന്ധത്തിന് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വരുന്ന മറ്റന്നാൾ 14-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് സഹകാരികളുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറം സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഒരു ധർണ സംഘടിപ്പിക്കുന്നതിന് ഒരു പ്രകടനത്തോടു കൂടിയുള്ള ധർണ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ അധ്യക്ഷനായിട്ടുള്ള KS അജി അവറുകളാണ്. ആ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷനും ഇപ്പോൾ ദേശീയ കൗൺസിൽ അംഗവുമായിട്ടുള്ള ശ്രീനഗിരി രാജൻ അവറുകളാണ്. വായ്പ തിരിച്ചുപിടിക്കാൻ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വണ്ണപ്പുറം മണ്ഡലം പ്രസിഡന്റ് NK അബു, ജനറൽ സെക്രട്ടറി TK സനൽകുമാർ, സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ജി, ഭാരവാഹികളായ ജോർജ് പൗലോസ്, KK അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാർഡ്സിന്റെ ഉപസ്ഥാപനമായ സീഡ് ബാങ്കിൽ വിവിധ ഇനം പച്ചക്കറി തൈകളും വിത്തുകളും ലഭ്യമാണ്. ചന്ദനം, കുരുമുളക് തൈകൾ ഉൾപ്പെടെ വിതരണം ചെയ്യും. കൂടാതെ കാർഷിക ഉപകരണങ്ങൾ, ജൈവ കീടനാശിനികൾ പോലുള്ള കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളും ഇവിടെയുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ മുട്ടക്കോഴികളും മിതമായ നിരക്കിൽ വിൽക്കപ്പെടും. അരുണരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൊടുപുഴ കാഞ്ഞിരപ്പറ്റം ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന കാർഡ്സിന്റെ ഉപസ്ഥാപനമായ സീഡ് ബാങ്കിൽ ജൈവ കൃഷിയിൽ അധിഷ്ഠിതമായ തൈകളും വിത്തുകളും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യും. വിവിധ ഇനം തെങ്ങുകൾ, പ്ലാവ്, മാവ്, ജാതി, കൊക്കോ, കാപ്പിത്തൈകൾ ഹോം ഗ്രോൺ നഴ്സറിയുടെയും മറ്റു ഗുണമേന്മയുള്ള നഴ്സറിയുടെയും റംബൂട്ടാൻ, മംഗോസ്റ്റീൻ, ഓറഞ്ച്, നാരകം, പേര, ചാമ്പ,
മരമുന്തിരി തുടങ്ങിയവയും കന്നിയേലം, ചന്ദനത്തൈകൾ, കെയിൽ, റോസ്മേരി, ടിഷ്യൂ കൾച്ചർ വാഴകൾ, കുരുമുളക് തൈകൾ എന്നിവയും ഇവിടെ വിതരണം നടത്തും. 2001 ആരംഭിക്കുന്നത്. ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി, കൃഷിക്കാരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയൊക്കെ രൂപം കൊടുത്തിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അതിൻ്റെ ഒരു ഭാഗമെന്ന നിലയ്ക്കാണ് ഈ വിത്ത് ബാങ്ക് ഏതാണ്ട് 16 വർഷം മുമ്പ് ഇവിടെ ആരംഭിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തു പോന്നിട്ടുള്ളത്. ഈ വിത്ത് ബാങ്കിലൂടെ അനേകം കർഷകർക്ക് വിത്ത് ഉൽപ്പന്നങ്ങളും നടീൽ വസ്തുക്കളും അതിനാവശ്യമായിട്ടുള്ള ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും മറ്റും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ മിതമായ നിരക്കിൽ കർഷകർക്ക് എത്തിക്കുന്നത് കൊണ്ട് ആളുകളുടെ എല്ലാം വലിയ ഒരു സപ്പോർട്ട് ഈ കാർഡ്സിൻ്റെ വിത്ത് ബാങ്കിന് ലഭിക്കുന്നുണ്ട്. ഇവിടെ 4 സ്റ്റാഫുകളോളം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മാനേജരും ബാക്കിയുള്ള സെയിൽസ്മാൻമാരും ഉൾപ്പെടെയുള്ള ആളുകളോട് വളരെ സൗഹൃദമായിട്ട് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇവിടെ ഒന്നിനൊന്ന് ആളുകൾ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ഈ പ്രദേശത്തെ, ഈ തൊടുപുഴയെ മാത്രമല്ല അടുത്ത സമീപ പ്രദേശങ്ങളെ കൂടി ഹരിതാപമാക്കുന്നതിന്, ജൈവ പച്ചക്കറികളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിന് കർഷകരെ വളരെയേറെ സഹായിക്കുന്നുണ്ട്. വളരെ മിതമായ നിരക്കിൽ ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എപ്പോഴും തിരക്ക് അനുഭവപ്പെടുകയാണ്. ഇവയ്ക്കെല്ലാം പുറമെ കാർഷികോപകരണങ്ങൾ, ജൈവ കീടനാശിനികൾ, ഗ്രോ ബാഗുകൾ, കൊക്കെ പീറ്റ്, ഇനാക്കുലം, കുമ്മായം, മൺചട്ടികൾ, ജൈവവളങ്ങൾ, വേപ്പിൻ പിണ്ണാക്ക്, എൽസം സോൾട്ട് തുടങ്ങിയവയും ലഭ്യമാണ്. കൂടാതെ മുട്ടക്കോഴികളും കൂൺവിത്തും ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളും ഇവിടെ മിതമായ നിരക്കിൽ വിൽക്കപ്പെടുമെന്നും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഹിന്ദുത്വ ഫാസിസ്റ്റ് BJP ഭരണത്തെ തൂത്തെറിയാൻ ഇടതുപക്ഷ മതേതര ജനാധിപത്യ ശക്തികൾ ഒരുമിക്കണമെന്ന് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ലാഗ് സംസ്ഥാന സെക്രട്ടറി PC ഉണ്ണിച്ചേക്കൻ. റെഡ് ഫ്ലാഗ് തെക്കൻ മേഖല വാഹന പ്രചരണ ജാഥ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെഡ് ഫ്ലാഗ് സംസ്ഥാന കമ്മിറ്റി അംഗം സച്ചിൻ K. ടോമി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ബാബു മഞ്ഞളൂർ സ്വാഗതം ആശംസിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ജാഥയുടെ ക്യാപ്റ്റൻ റെഡ് ഫ്ലാഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MK ദിലീപാണ്. റെഡ് ഫ്ലാഗ് തെക്കൻ മേഖല വാഹന പ്രചരണ ജാഥ തൊടുപുഴയിൽ നിന്ന് ആരംഭിച്ചു. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ലാഗ് സംസ്ഥാന സെക്രട്ടറി PC ഉണ്ണിച്ചേക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. BJP സർക്കാരിന്റെ ചില നയങ്ങൾ ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭരണത്തിന് വഴിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹിന്ദുത്വ ഫാസിസ്റ്റ് BJP ഭരണത്തെ തൂത്തെറിയാൻ ഇടതുപക്ഷ മതേതര ജനാധിപത്യ ശക്തികൾ ഒരുമിക്കണമെന്നും വ്യക്തമാക്കി. പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ സന്യാസിമാര്, അമ്പലം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി, ഈ പ്രതിഭാസമാണ് നടക്കുന്നത്. രാമക്ഷേത്രം ജനുവരി 22-ാം തീയതി എന്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു? എല്ലാ മത ആചാര്യന്മാരും, ഹിന്ദു മത വിശ്വാസികളായിട്ടുള്ള ആചാര്യന്മാരും മുഴുവൻ പറഞ്ഞു, ജനുവരി മാസത്തിൽ അമ്പലപ്രതിഷ്ഠയ്ക്ക് പറ്റിയ ഒരു മുഹൂർത്തവുമില്ല. അമ്പലപ്രതിഷ്ഠയ്ക്ക് പറ്റിയ ഒരു മുഹൂർത്തവുമില്ല ജനുവരി മാസത്തിൽ. ചില്ലറക്കാരല്ല പറഞ്ഞത്, ശങ്കരാചാര്യന്മാര്, അതുപോലെ വലിയ താന്ത്രിക വിദഗ്ധന്മാര്, ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ. പകുതി അമ്പലത്തിന്റെ പണി പകുതി കഴിഞ്ഞിട്ടില്ല. സിനിമയ്ക്ക് സെറ്റിട്ടതുപോലെയാണ് പലതും അവിടെ വെച്ചത്. പകുതി കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് പുരി ശങ്കരാചാര്യർ ചോദിച്ചത്, വീടിന്റെ മേൽക്കൂര പണിയാതെ ആരെങ്കിലും വീട്ടിൽ പാലുകാച്ച് നടത്തുവോ എന്ന് ചോദിച്ചു. വീടിന്റെ മേൽക്കൂര വെക്കാതെ ആരെങ്കിലും പാലുകാച്ച് നടത്തുവോ എന്ന് ചോദിച്ചു. കാരണം ഇത് പണി മുഴുവൻ തീർന്നാൽ തെരഞ്ഞെടുപ്പ് കഴിയും, തെരഞ്ഞെടുപ്പ് തീരും. അപ്പൊ തെരഞ്ഞെടുപ്പ് തീരുന്നതിന് മുൻപ് വരണം. അപ്പൊ അവർ ജനുവരി 22 തന്നെ തെരഞ്ഞെടുത്തു. ഈ ജനുവരി 22-ന്റെ പ്രത്യേകത എന്താ? ജനുവരി 22-ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പരമാത്മാവ് എന്ന് നാം വിശേഷിപ്പിക്കപ്പെടുന്ന ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പാസാക്കിയ ദിവസമാണ് ജനുവരി 22. ഞങ്ങൾക്ക് ഈ ഭരണഘടന വേണ്ട, പകരം ഞങ്ങൾ മതാധിഷ്ഠിതമായ ഒരു ഭരണഘടന ഉണ്ടാക്കും എന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പാസാക്കിയ ദിവസം തന്നെ ഞങ്ങൾ ഇതാ മതരാഷ്ട്രത്തിലേക്കുള്ള അടുത്ത സ്റ്റെപ്പ് വെക്കുന്നു എന്നതിന്റെ പ്രഖ്യാപനമായിരുന്നു ജനുവരി 22-ാം തീയതി തെരഞ്ഞെടുത്തു. റെഡ് ഫ്ലാഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MK ദിലീപാണ് ജാഥ ക്യാപ്റ്റൻ. യോഗത്തിൽ റെഡ് ഫ്ലാഗ് സംസ്ഥാന കമ്മിറ്റി അംഗം സച്ചിൻ K. ടോമി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KI ജോസഫ് വൈസ് ക്യാപ്റ്റനും
CJ സുരേഷ് ശർമ്മ മാനേജറുമായ ജാഥ മാർച്ച് 12, 13, 14, 15 തീയതികളിലായി കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ പര്യടനം നടത്തി 15-ന് വൈകിട്ട് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ സമാപിക്കും. പാർട്ടി, TUCI, യുവജനവേദി, KSKS, ജനാധിപത്യ വനിതാ സംഘടനാ പ്രതിനിധികൾ ജാഥ ക്യാമ്പിന് സ്വീകരണം നൽകി. ജില്ലാ സെക്രട്ടറി ബാബു മഞ്ഞളൂർ സ്വാഗതവും യുവജനവേദി ജില്ലാ പ്രസിഡന്റ് ജോർജ് തണ്ടേൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 30 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കയ്പ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. കയ്പക്കവലയിൽ കൂടിയ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ് കയ്പ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ വിജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കുടയത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമമുള്ള പ്രദേശമായ 2ാം വാർഡ് കയ്പ നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് പൂവണിഞ്ഞത്. കയ്പക്കവലയിൽ MVIP വക സ്ഥലത്ത് കുളം നിർമ്മിച്ച് 2 കിലോമീറ്റർ ദൂരത്ത് കയ്പ ടോപ്പിൽ 5000 ലിറ്റർ സംഭരണശേഷിയുള്ള 6 വാട്ടർ ടാങ്കുകൾ സ്ഥാപിച്ചാണ് കയ്പയിലെ 150ഓളം കുടുംബങ്ങൾക്ക് പ്രയോജനപ്രദമായ കയ്പ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത്. കയ്പക്കവലയിൽ കൂടിയ യോഗത്തിൽ വെച്ച് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 30 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കയ്പ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ വിജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CV സുനിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ആന്റണി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിജയൻ, ആശ റോജി എന്നിവർ ആശംസകൾ നേർന്നു. സിജു K ജോസഫ് സ്വാഗതവും ജിൽസ് അഗസ്റ്റിൻ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞാർ. ശബരി റെയിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് LDF ഇടുക്കി ലോക്സഭാ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിലെ വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവിലെ 7-ന് കടവൂരിൽ നിന്നാണ് ജോയ്സ് ജോർജിന്റെ മൂവാറ്റുപുഴയിലെ പര്യടനത്തിന് തുടക്കമായത്. വാഴക്കുളത്ത് സമാപിച്ചു. തുടർന്ന് റോഡ് ഷോയും ഉണ്ടായിരുന്നു. ഇന്ന് ഇടുക്കിയിൽ പര്യടനം നടത്തി. നാളെയാണ് ഉടുമ്പൻചോലയിലെ പര്യടനം. പാർലമെന്റ് അംഗമാകാൻ ഒരിക്കൽ കൂടി അവസരം ലഭിച്ചാൽ അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കുമെന്ന് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മൂവാറ്റുപുഴയിൽ പറഞ്ഞു. മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിലെ വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവിലെ 7-ന് കടവൂരിൽ നിന്നാണ് ജോയ്സ് ജോർജിന്റെ മൂവാറ്റുപുഴയിലെ പര്യടനത്തിന് തുടക്കമായത്. തുടർന്ന് പൈങ്ങോട്ടൂർ, പോത്താനിക്കാട്, കാലാമ്പൂർ, ആയവന, കല്ലൂർക്കാട് എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി വാഴക്കുളത്ത് സമാപിച്ചു. വൈകിട്ട് 5-ന് ചാലിക്കടവ് പാലം ജംഗ്ഷനിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റോഡ് ഷോയും നടന്നു. ജോയ്സ് ജോർജ് ഇന്ന് ഇടുക്കിയിൽ പര്യടനം നടത്തി. കഞ്ഞിക്കുഴി പഞ്ചായത്ത്, കാഞ്ചിയാർ പഞ്ചായത്ത്, കട്ടപ്പന മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം ഉച്ചയ്ക്ക് 2-ന് വെൺമണിയിൽ നിന്നാരംഭിച്ച് വൈകിട്ട് 6-ന് കട്ടപ്പന ടൗണിൽ റോഡ് ഷോയോടുകൂടി അവസാനിച്ചു. നാളെയാണ് ഉടുമ്പൻചോലയിലെ പര്യടനം. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തൊടുപുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നാരീശക്തി വനിതാ ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വനിതകളെ ആദരിച്ചു. വിപണന മേളയും സൗജന്യ മെഡിക്കൽ ക്യാമ്പും ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തൊടുപുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നാരീശക്തി വനിതാ ദിനാഘോഷ പരിപാടി തൊടുപുഴ പാപ്പൂട്ടി ഹാളിൽ സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകളിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചെറുപ്പത്തിൽ കൊടുക്കേണ്ട വിദ്യാഭ്യാസം, അവരെ ശാക്തീകരിച്ച് സ്വത്വബോധമുള്ളവരായി, ആത്മവിശ്വാസമുള്ളവരായി, ആരോഗ്യമുള്ളവരായി, ആഗ്രഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നവരായി ഒക്കെ അവരെ മാറ്റി
വളരുകയും വളർത്തുകയും ചെയ്യുക എന്നതാണ് ഇൻവെസ്റ്റ് ഇൻ വിമൻ എന്നത് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ത്രീയെ നിക്ഷേപിച്ചാൽ നമുക്കറിയാം അതൊരു കുടുംബത്തിലേക്കുള്ള നിക്ഷേപമാണ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും ഒരു സ്ത്രീയാണ് കുടുംബത്തിൻ്റെ അടിസ്ഥാനം. ആ സ്ത്രീയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പുരുഷൻ പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും കരുതലിലും സ്നേഹത്തിൽ താങ്ങും തടയുമായി നിൽക്കുന്ന സ്ത്രീ പുരുഷന്മാർ മാതാപിതാക്കളുള്ള ഒരു കുടുംബം എന്ന് പറയുന്നത് ഏത് കഷ്ടപ്പാടാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ഭൂമിയിലെ സ്വന്തം തന്നെയാണ്. അവർ വളർത്തുന്ന മക്കളാണ് അന്നും ഇന്നും എന്നും സമൂഹത്തിന് താങ്ങും തടയുമായി മറ്റുള്ളവരെ പരിഗണിക്കുന്നവരായി സ്നേഹിക്കുന്നവരായി കരുതുന്നവരായിട്ടൊക്കെ വളർന്നു വരുന്നത്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വനിതകളെ ചടങ്ങിൽ ആദരിച്ചു. ഇതോടനുബന്ധിച്ച് വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ച് വിപണന മേളയും ഒരുക്കിയിരുന്നു. സ്ത്രീകൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. SBI ചീഫ് മാനേജർ റോസി മാനുവൽ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ സുഷമ ജോയ്, SBI തൊടുപുഴ റീജിയണൽ മാനേജർ സാബു MR, ഓഫീസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി അജയൻ TT, സ്റ്റാഫ് യൂണിയൻ പ്രതിനിധി റെജി എന്നിവർ ആശംസ നേർന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ടിപ്പെരിയാർ 63 മൈലിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. ചോറ്റുപാറ മരോട്ടിക്കാപ്പറമ്പിൽ വീട്ടിൽ മിനി ഷാജനാണ് അപകടത്തിൽ പരിക്കേറ്റത്. ചോറ്റുപാറയിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരുന്ന വഴിക്ക് 63 മൈലിന് സമീപം എത്തിയപ്പോൾ ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡിലേക്ക് മറിയുകയായിരുന്നു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ചോറ്റുപാറ മരോട്ടിക്കാപ്പറമ്പിൽ വീട്ടിൽ മിനി ഷാജിന് പരിക്കേറ്റു. തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ അപകടത്തിൽപ്പെട്ട വീട്ടമ്മയെ വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. കുട്ടമ്പുഴ തേര ആദിവാസി കോളനിയിൽ 1 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ച നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി K രാധാകൃഷ്ണൻ ഓൺലൈനായി നിർവഹിച്ചു. കുട്ടമ്പുഴ ട്രൈബൽ ഷെൽട്ടറിൽ വെച്ച് നടന്ന പ്രാദേശിക ചടങ്ങിൽ ആന്റണി ജോൺ MLA ഭദ്രദീപം തെളിയിച്ചു. തേര ആദിവാസി കോളനിയിൽ കുടിവെള്ള പദ്ധതികൾക്കായി 3 കിണറുകളും, റോഡ് നിർമ്മാണം, ബാംബു ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണിറ്റ്, കെട്ടിടം, ചാവടിപ്പുര, കെട്ടിട നിർമ്മാണം അടക്കം 1 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. പട്ടികവർഗ വികസന വകുപ്പിന്റെ അംബേദ്കർ സെറ്റിൽമെന്റ് സമഗ്ര വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ തേര ആദിവാസി കോളനിയിൽ 1 കോടി രൂപ ചിലവഴിച്ച് നടപ്പിലാക്കിയ വിവിധ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനമാണ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ വീഡിയോ കോൺഫറൻസ് മുഖേന നിർവഹിച്ചത്. കുട്ടമ്പുഴ ട്രൈബൽ ഷെൽട്ടറിൽ വെച്ച് നടന്ന പ്രാദേശിക ചടങ്ങിൽ ആന്റണി ജോൺ MLA ഭദ്രദീപം തെളിയിച്ചു. സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവും ഒക്കെ ആയിട്ടുള്ള ഒരു മുന്നേറ്റം ഈ ഗവൺമെന്റ് അതിനൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുകയാണ്. ഇവിടെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇപ്പൊ ഇവിടെ തന്നെ വന്നിട്ടുള്ളത് നല്ലൊരു ശതമാനം ചെറുപ്പക്കാരാണ്, വിദ്യാർത്ഥികളാണ്. തേര ആദിവാസി കോളനിയിൽ കുടിവെള്ള പദ്ധതികൾക്കായി 3 കിണറുകളും, റോഡ് നിർമ്മാണം, ബാംബു ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണിറ്റ്, കെട്ടിടം, ചാവടിപ്പുര, കെട്ടിട നിർമ്മാണം അടക്കം 1 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. നിർവഹണ ഏജൻസിയായ ഹാബിറ്റാറ്റാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം KK ഡാനി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB KA, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് കോറമ്പേൽ, KK ഗോപി, സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗം ഇന്ദിരക്കുട്ടി രാജു, തേര കോളനി ഊരുമൂപ്പൻ ലക്ഷ്മണൻ, SC/ST പ്രൊമോട്ടർമാർ, ജനപ്രതിനിധികൾ, തേര കോളനി നിവാസികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ അനിൽകുമാർ ഭാസ്കർ സ്വാഗതവും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ രാജീവ് P കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കുട്ടമ്പുഴ.
72 ദിവസമായി ശമ്പളം കൊടുക്കാത്തതിന്റെ പേരിൽ കേരളത്തിലെ നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലുള്ള മുഴുവൻ ജീവനക്കാരും ആശുപത്രികൾക്ക് മുമ്പിൽ സമരം ആരംഭിച്ചു. രോഗികൾക്ക് പ്രയാസമുണ്ടാകാത്ത വിധം എല്ലാ ദിവസവും 1 മണിക്കൂർ നേരമാകും സമരമെന്ന് അവർ വ്യക്തമാക്കി. അറക്കുളത്ത് NRHM നടത്തിയ സമരം ഡിജു പി ജോർജ് ഉദ്ഘാടനം ചെയ്തു. 72 ദിവസമായി ശമ്പളം കൊടുക്കാത്തതിന്റെ പേരിൽ കേരളത്തിലെ നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലുള്ള മുഴുവൻ ജീവനക്കാരും സർക്കാർ ആശുപത്രികൾക്ക് മുമ്പിൽ സമരം ആരംഭിച്ചു. ഫാർമസിസ്റ്റ്, ലാബ് ജീവനക്കാർ, ആശാപ്രവർത്തകർ, നഴ്സുമാർ തുടങ്ങിയവരാണ് സമരം നടത്തുന്നത്. രോഗികൾക്കും പൊതുജനത്തിനും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് 1 മണിക്കൂറായി സമയം ചുരുക്കിയതെന്ന് അവർ പറഞ്ഞു. അറക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ മുമ്പിൽ NRHMന്റെ കീഴിലുള്ള ജീവനക്കാർ നടത്തിയ സമരം ഡിജു പി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, അറക്കുളം. പാലാ വെള്ളാപ്പാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം 19 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിൽ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തൃപ്പൂണിത്തുറ പെരുമ്പള്ളിത്താഴത്ത് മനയിൽ ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രം മേൽശാന്തി തിരുത്തിയിൽ ഇല്ലത്ത് ബ്രഹ്മശ്രീ പ്രദീപ് നമ്പൂതിരിയാണ് സഹകാർമ്മികൻ. ഉത്സവത്തോട് അനുബന്ധിച്ച് പ്രസാദയൂട്ട്, കൈകൊട്ടിക്കളി, വയലിൻ ഫ്യൂഷൻ, ഗാനമേള, ചെണ്ടമേളം, ഡാൻസ്, ദീപക്കാഴ്ച, വിളക്കൻ പൊലി, എതിരേൽപ്പ്, ഇരട്ട പൊങ്കാല, ഓട്ടൻതുള്ളൽ എന്നിവ ഉണ്ടായിരിക്കും. മധ്യ തിരുവിതാംകൂറിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ പാലാ വെള്ളാപ്പാട്ട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം 19-ന് ആരംഭിക്കും. രാവിലെ 6-ന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം, 8:30-ന് കലശപൂജ, 10-ന് ഉമാമഹേശ്വര പൂജ, വൈകിട്ട് 5-ന് ദുർഗാ സഹസ്രനാമ പാരായണം, 7-ന് അരങ്ങിൽ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ വയലിൻ ഫ്യൂഷൻ, 20-ന് രാവിലെ വിവിധ പൂജകൾ, 10-ന് ഭദ്രകാളി ദേവിക്ക് കലശാഭിഷേകം, ഭദ്രകാളി പൂജ, 12-ന് തിരുവാതിര കളി, 1-ന് പ്രസാദയൂട്ട്, 6:30-ന് ദീപാരാധന, 7-ന് ഗാനമേള, 21-ന് രാവിലെ 7-ന് മൃത്യുഞ്ജയ ഹോമം, 8:30-ന് വിഷ്ണുപൂജ, സുബ്രഹ്മണ്യ പൂജ, സർപ്പപൂജ, വൈകിട്ട് 6:30-ന് ദീപാരാധന, ദീപക്കാഴ്ച, 7 മുതൽ വിവിധ കലാപരിപാടികൾ, 7:30-ന് കൈകൊട്ടിക്കളി, 8-ന് തപസ്യാർപ്പണ 2024, 22-ന് രാവിലെ കലശപൂജ, 9-ന് തിരുവാതിര കളി, 10:30-ന് മകം തൊഴൽ, ഉച്ചയ്ക്ക് 12-ന് പ്രസാദയൂട്ട്, വൈകിട്ട് 4-ന് ലാലം ക്ഷേത്രത്തിലേക്ക് ജീവിത എഴുന്നള്ളിപ്പ് പുറപ്പാട്, 6-ന് ജീവിത എഴുന്നള്ളത്ത് തിരിച്ചു പുറപ്പെടും. തുടർന്ന് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ഭക്തി ഗാനസുധ, 7-ന് പാലാ ടൗൺ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ വെച്ച് ജീവിത എഴുന്നള്ളത്തിന് എതിരേൽപ്പ്, 9-ന് വിളക്കൻ പൊലി, 23-ന് രാവിലെ 7:30-ന് 25 കലശപൂജ, 8-ന് സംഗീത സദസ്സ്, 9-ന് ഇരട്ട പൊങ്കാല, 11-ന് ഓട്ടൻതുള്ളൽ, 12-ന് തിരുവാതിര കളി, വൈകിട്ട് 6:30-ന് ദീപാരാധന, 7-ന് പൂമൂടൽ, ശാസ്ത്രീയ നൃത്തസന്ധ്യ, 8-ന് പൂരം ഇടി എന്നിവ ഉണ്ടായിരിക്കും. ഓരോ നാൾക്ക് ഇതിന്റെ പ്രസക്തി വളരെയധികം വർദ്ധിക്കുകയും വിവിധ ജില്ലകളിൽ നിന്ന് അവിടെ ആൾക്കാർ നിരവധി പൂജകളൊക്കെ നടത്തുന്നതിനായി അവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അവിടുത്തെ ഈ വർഷത്തെ 2024 മീനപ്പൂര മഹോത്സവം മാർച്ച് 19 മുതൽ മാർച്ച് 23 വരെ ആഘോഷപ്പെടുകയാണ്. ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത, മാതൃഭാവത്തോടെ നമ്മുടെ ഒരു കാവൽ ദേവതയായി ഭഗവതി കുടികൊള്ളുന്ന മധ്യ തിരുവിതാംകൂറിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ പാലാ വെള്ളപ്പാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം മാർച്ച് 19 മുതൽ മാർച്ച് 23 വരെ ആഘോഷിക്കുകയാണ്. തിരുവുത്സവത്തിന്റെ 1-ാം ദിവസം ചൊവ്വാഴ്ച, മാർച്ച് 19 ചൊവ്വാഴ്ച രാവിലെ കലശപൂജ, ഉമാമഹേശ്വരന്മാർക്ക് കലശാഭിഷേകം, ഉമാമഹേശ്വര പൂജ, മറ്റ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് 5-ന് ദുർഗാ സഹസ്രനാമ പാരായണം. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തൃപ്പൂണിത്തുറ പെരുമ്പള്ളിയാഴത്ത് മനയിൽ ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വവും ക്ഷേത്രം മേൽശാന്തി തുരുത്തിയിലില്ലത്ത് ബ്രഹ്മശ്രീ പ്രദീപ് നമ്പൂതിരി സഹകാർമ്മികത്വവും വഹിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭ കൗൺസിൽ അംഗീകാരം നൽകിയ വഴിയോര കച്ചവടക്കാർക്ക് തിരിച്ചറിയൽ കാർഡും വെൻഡിംഗ് സർട്ടിഫിക്കറ്റും നൽകി. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. BJP വണ്ണപ്പുറ മുള്ളരിങ്ങാട് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 14-ന് പ്രതിഷേധ പ്രകടനവും സഹകാരി കൂട്ടായ്മയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹിന്ദുത്വ ഫാസിസ്റ്റ് BJP ഭരണത്തെ തൂത്തെറിയാൻ ഇടതുപക്ഷ മതേതര ജനാധിപത്യ ശക്തികൾ ഒരുമിക്കണമെന്ന് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ലാഗ് സംസ്ഥാന സെക്രട്ടറി PC ഉണ്ണിച്ചക്കൻ.
ശബരി റെയിൽ യാഥാർത്ഥ്യമാക്കുമെന്ന് LDF ഇടുക്കി ലോക്സഭാ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിലെ വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനിതാ ദിനത്തോട് അനുബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തൊടുപുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നാരീശക്തി വനിതാ ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.